ശ്രീ പി വി അൻവർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി വി അൻവർ, താങ്കൾ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, സാമ്പത്തിക ക്രമക്കേട്, കൈക്കൂലി വാങ്ങി പി ശശി എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിന്മേൽ കൃത്യമായ തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടല്ലോ അല്ലേ? അതെ, പാർട്ടി ഇതുവരെ അത് അന്വേഷിക്കാൻ അങ്ങനെ കഴിവില്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടും ഞാനത് പുറത്തുവിടാൻ ഞാൻ ഉദ്ദേശമല്ല. കാരണം ഇത് ഒരു ക്ഷീണം വരണ്ട ആ പാർട്ടിക്ക് പൊതുവായിട്ട്. ഇന്നലെ അഡ്വക്കേറ്റ് അനിൽകുമാർ രാത്രിയിൽ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറയുന്നത് അൻവർ വെറുതെ കളവ് പറയാണ്. പാർട്ടിക്ക് കൊടുത്ത പരാതിയിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ വെളിയിൽ ഇത് പറഞ്ഞുകൊണ്ട് ആളാവുകയാണ് എന്നാ പറഞ്ഞത്. അത് വലിയൊരു അപമാനക്ഷതല്ലേ, അപമാനപ്പെടുത്തല്ലേ? ഇങ്ങനെ അപമാനപ്പെടുത്തിയാണ് ഓരോന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നത്. അത് ഇനിയും തുടരാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് ഇനിയും പലതും പുറത്ത് പറയേണ്ടി വരും. ഞാൻ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണമെന്ന് ഉദ്ദേശിച്ചല്ല ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. പാർട്ടിയിൽ ഒരു റെക്ടിഫിക്കേഷൻ ഉണ്ടാവണം. ഈ ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ ക്രിമിനൽ സംഘത്തെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു കടത്തിയെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും നീതി കിട്ടൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത്. ഇതെല്ലാം ഉന്നയിച്ച ഞാൻ കള്ളനായി. ഏറ്റവും വലിയ കള്ളനായ ശശിയെ സംരക്ഷിക്കുന്നവരും അവിടെ ഇരിക്കുകയാണ്. അതാണ് ഇതിലെ വിഷയം. അതുകൊണ്ടാണ് ഈ ഒരു കത്ത് പുറത്തു വരേണ്ട ഗതികേട് എനിക്കുണ്ടായത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വൈകിട്ട് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ടല്ലോ, താങ്കൾ അത് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഇപ്പോൾ വീണ്ടും പ്രതികരണം വരാനിരിക്കുന്നു. ഞാൻ ആരോപണങ്ങളിൽ ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പത്രത്തിൽ അടിച്ചു വന്നതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. മലപ്പുറത്തിന് എന്തൊക്കെ നൽകി, മലപ്പുറം ജില്ല എങ്ങനെയുണ്ടായി എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ അൻവർ, UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തെ ഇസ്ലാമി മാറി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ റോള് പ്രധാനമായി ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് താങ്കളും മത തീവ്രവാദിയാണ് എന്ന രൂപത്തിലേക്ക് എത്തിക്കുകയാണ് കാര്യങ്ങൾ. അല്ല, എനിക്കതിൽ പറയാനുള്ളത് മലപ്പുറം ജില്ല EMSന്റെ സംഭാവനയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMSന്റെ സംഭാവനയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ അനവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ മലബാർ പ്രദേശത്ത് മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിന് നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ നിയമ തടസ്സങ്ങൾ മാറ്റിയതും EMS മന്ത്രിസഭയാണ്. ഇതിലൊന്നും ഒരു തർക്കമില്ല. എന്റെ ഉപ്പൂപ്പ വെടിവെച്ച തോക്കാണ്, ആന വെടിവെച്ച തോക്ക എന്ന് പറഞ്ഞ് ആ തോക്ക് ചൂണ്ടിക്കാണിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഗവൺമെന്റിലും പാർട്ടിയിലെ അകത്തളങ്ങളിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുണ്ടായ നയമാറ്റമാണല്ലോ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം പോലും സത്യസന്ധമായി വിലയിരുത്താനുള്ള ശേഷിയില്ലാതായി.